തിരുവനന്തപുരത്ത് വീട് വാടകയ്ക്കെടുത്ത് സ്വന്തം വീടെന്ന വ്യാജേന പണയ തട്ടിപ്പിൽ അമ്മയ്ക്കും മകൾക്കുമെതിരെ കേസ്. പാപ്പനംകോട് സ്വദേശിയായ ബൈജുവിന്റെ 10 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ കമലേശ്വരം സ്വദേശികളായ ജയലക്ഷ്മി, മകൾ ശ്യാമ എന്നിവർക്കെതിരെയാണ് കേസ്. സഫാൻ വി പി ചെയ്യുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സഫാൻ, എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പറയുന്നത്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ജീന, വാടകയ്ക്കെടുത്ത വീട് സ്വന്തമാണെന്ന് വിശ്വസിപ്പിച്ച് വീട് പണയത്തിന് നൽകുന്ന ഒറ്റി കരാറിലൂടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് അമ്മക്കും മകൾക്കുമെതിരെ തിരുവനന്തപുരം നേമം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കമലേശ്വരം സ്വദേശികളായ ജയലക്ഷ്മി, മകൾ ശ്യാമ എന്നിവർക്കെതിരെയാണ് കേസ്. പാപ്പനംകോട് സ്വദേശിയായ ബൈജുവിന്റെ പരാതിയിലാണ് നടപടി. പ്രതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് സ്വന്തം വീടാണെന്ന് ബൈജുവിനെ വിശ്വസിപ്പിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടന്നത്. OLX വഴി പരസ്യം നൽകിയാണ് ഈ ബൈജുവിനെ ഇത്തരത്തിൽ വിശ്വസിപ്പിച്ചത്. തുടർന്ന് 10 ലക്ഷം രൂപ വാങ്ങി വീടിന് ഒറ്റി കരാർ പ്രകാരം ബൈജുവിന് നൽകുകയായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ താമസിച്ചിരുന്ന വീട് വാടകയ്ക്കെടുത്തതാണെന്ന് മനസ്സിലാക്കുന്നത്. ഇത് ഇവരുടെ സ്വന്തമല്ല, ഇവർക്ക് സ്വന്തമായി വസ്തുവിന്മേൽ യാതൊരു അവകാശമില്ല എന്നുള്ളൊരു കാര്യവും കബളിപ്പിക്കപ്പെട്ട വിവരവും ബൈജു മനസ്സിലാക്കുന്നത്. പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് 10 ലക്ഷത്തോളം രൂപ വിവിധ സമയങ്ങളിലായി ബൈജു ഇവർക്ക് നൽകിയിരുന്നു. പണം തിരികെ നൽകാത്തതോടെയാണ് ബൈജു പോലീസിനെ സമീപിക്കുകയും പോലീസ് തുടർ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഈ പരാതിക്കാരൻ പറയുന്ന അനുസരിച്ച് ഇതേ സ്വഭാവത്തിൽ ഇവർ മറ്റൊരാളെയും കബളിപ്പിച്ച് പണം തട്ടിയെടുത്തെന്ന് പരാതിക്കാർ പറയുന്നു. ഏതായാലും ജയലക്ഷ്മിയെയും മകൾ ശ്യാമയെയും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പോലീസ് ഏതായാലും തുടർ നടപടി സ്വീകരിക്കുകയാണ്. ജീന.